ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പുളിശ്ശേരി മാങ്ങയാണ്, നല്ല പഴുത്ത ചെറിയ സൈസ് മാങ്ങയാണ്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. കത്തിയൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നെല്ലാം മാറ്റിയെടുക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും സ്കിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ശർക്കര, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വേവാൻ വയ്ക്കാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഇത് വേവിക്കണം, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, ഒരു ശകലം ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 കപ്പ് തൈര്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, തൈര് കൊണ്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. കടുക് ഇട്ട് കുറച്ച് ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പുളിശ്ശേരി മാങ്ങയാണ്, നല്ല പഴുത്ത ചെറിയ സൈസ് മാങ്ങയാണ്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. കത്തിയൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നെല്ലാം മാറ്റിയെടുക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും സ്കിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ശർക്കര, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വേവാൻ വയ്ക്കാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഇത് വേവിക്കണം, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം.